ജാക്ക് ഫ്രൂട്ട് മൊബൈൽസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടറായി ചാർജ് എടുത്തിട്ട് ഇത് 4ാമത്തെ മീറ്റിംഗ് ആണ്. 4ാമത്തെ മീറ്റിംഗ് ആണ്. അല്ല സർ, 2ാമത്തെ മീറ്റിംഗ് ആണ്. ആര് പറഞ്ഞു? അതെ, 2ാമത്തെ മീറ്റിംഗ് ആണ് സർ. അതെ, 2ാമത്തെ മീറ്റിംഗ് ആണ്. പക്ഷേ നമ്മളെല്ലാം കൂട്ടി പറഞ്ഞ് ശീലിക്കണം. കസ്റ്റമേഴ്സിന് ബില്ലിട്ട് കൊടുക്കാനുള്ളതല്ലേ. ബൈ ദ ബൈ, എന്താണ് നമ്മുടെ കമ്പനിക്ക് ജാക്ക് ഫ്രൂട്ട് എന്ന് പേരിടാൻ കാരണം? അത് ചക്കക്കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതൊരു പഴമൊഴിയാണ്. ഗ്രഹണം പിടിച്ച കുട്ടികൾ ചക്ക കൂട്ടാൻ കണ്ടതുപോലെ എന്ന്. കുറച്ചുകൂടെ മോഡേൺ ആവൂ. ഇതുപോലെ ഇതുപോലെ ഊഹിക്കൂ. സർ, ലോകത്തിലെ ഏറ്റവും വലിയ പഴമാണ് സൽക്ക, അതായത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്. അതാണ് സർ കാരണം. നിങ്ങൾ ഉത്തരത്തിന്റെ വളരെ അടുത്താണ്. എല്ലാവരുടെ തലയിലും ഒരിക്കൽ ഈ ചക്ക വീഴണം, ഇല്ലെങ്കിൽ വീഴ്ത്തണം. വീണാൽ തല വെച്ചവൻ ചാകണം. നമ്മുടെ കണക്ഷൻ എടുക്കുന്ന ആളെ ചക്ക തലയിലിട്ട് കൊല്ലണം. കമ്പനിയുടെ പേര് ജാക്ക് ഫ്രൂട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്. സിംപ്ലി ചക്ക എന്ന് പറഞ്ഞാൽ പോലും ബില്ലാകണം. ഒരു ശരാശരി മലയാളിക്ക് അടി കിട്ടി എന്ന് അവന് തന്നെ തോന്നുവാൻ എന്തു വേണം? ചിട്ടി കമ്പനി പൊട്ടി കുടുംബ നഗരം. എല്ലാ ഉത്തരവും ശരിയാണ്. അതായത് ലാഭം കിട്ടും എന്ന് തോന്നിപ്പിച്ച് അത് അമിത ലാഭമാകും എന്ന് മൂപ്പിച്ച് കൊതിപ്പിച്ച് അവസാനം നെറും തലക്കിട്ട് കൊട്ടണം. അപ്പോൾ ശരാശരി മലയാളി ഞെട്ടും. ഈ ഞെട്ടലാണ് ജാക്ക് ഫ്രൂട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ടാർഗറ്റ് അച്ചീവ്മെന്റ്. അതായത് ചക്ക പോലെ ബില്ല് കസ്റ്റമറുടെ തലയിലിടണം. ഇതിനെ ഇടിത്തേ ബില്ല് എന്ന് പറയും. നോട്ട് ദ പോയിന്റ്. കസ്റ്റമറുടെ തളർച്ച കമ്പനിയുടെ വളർച്ച, കമ്പനിയുടെ വളർച്ച നമ്മുടെ വളർച്ച. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അല്ല സർ, അതായത് ഈ ഫോൺ വിളിക്കുന്നവൻ ബില്ലടയ്ക്കാൻ അവന്റെ ആധാരവും കൊണ്ട് വരണമെന്ന് സാരം. അത് തന്നെ. അപ്പൊ നമ്മള് നേരത്തെ കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇതാണ് വിളിച്ചാ മതി. ഞാൻ എന്നാ ചെല്ലട്ടെ. ആയിക്കോട്ടെ എന്നാ ശരി. വളരെ സന്തോഷം. വിളിക്കയില് ഒരു ഉറുപ്പയില് ഇട്ടിട്ട് വിളിക്കണം അല്ലേ? जैकफ्रूट मोबाइल कम्युनिकेशंस आपका स्वागत करें. हिंदी में बात करने के लिए 1 दबाइए. ആകാശം പോയ റബ്ബേ, ഇപ്പൊ നന്നാവുന്നപ്പോ തോന്നുന്നു. കയ്യിലെ ആയൊക്കെ പോവോ? ഇതില് ശരിയായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ട. For information in English, press മലയാളത്തിൽ സംസാരിക്കാൻ 3 അമർത്തുക. SMS ഓഫറുകൾക്കായി 7 അമർത്തുക. എന്ത്? ഞങ്ങളെ ചീത്ത വിളിക്കാനാണെങ്കിൽ 10 അമർത്തുക. മനസ്സിനെ അടങ്ങറാക്കാൻ വേണ്ടിട്ട് ഇത് എവിടൊക്കെ ഈ കായൊക്കെ പോണ ചങ്ങായി ഇതിന്റെ ഉള്ളിൽ കീറുന്നൊക്കെ ഒരു മനസ്സിന് വിളിച്ചാൽ ഇതിൽ കിട്ടണില്ലല്ലോ. കണ്ണ് കണ്ട ഭാഷയെ പറയണത്. മലയാളം അറിയണവരാരും ഇല്ല ഇതിന്റെ ഉള്ളില്. ഇപ്പൊ ഇവിടെ ആരെയാണാവോ കാണാനാവോ? നമസ്കാരം, ജാക്ക് ഫ്രൂട്ട് കമ്പനിയിലേക്ക് സ്വാഗതം. എന്നിൽ നിന്ന് എന്ത് സഹായമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളിപ്പോ ആരാ ഇവിടുത്തെ? എന്താവണം ഇവിടുത്തെ? നിങ്ങൾ ഇവിടുത്തെ എന്തായാലും കുഴപ്പമില്ല. എന്റെ കളഞ്ഞു പോയ ഫോൺ ഒന്ന് കിട്ടണം, അത് പെട്ടെന്ന് കിട്ടണം. ഈ മാസത്തെ ബില്ല് വന്നെന്ന് തോന്നുന്നു. ഇല്ല, എന്റെ അങ്ങനെ തോന്നാൻ? അല്ല, എന്താ പേടി കയറാൻ? വല്ല ബില്ല് വരുമോന്നുള്ള പേടിയൊക്കെ ചങ്ക് കത്തേക്ക്. വരാനുള്ളത് വഴി തങ്ങില്ല കേട്ടോ. നിങ്ങൾ എന്താ എരുതിയിൽ എണ്ണ കോരി ഒഴിക്ക? പേടിക്കണ്ട, ബില്ല് എന്തായാലും വരും.
അതെ ആളെ ഇടങ്ങറാക്കാണ്ട് ഇവിടെ ആരെ കാണ്ട് ചാവൊന്ന് പറഞ്ഞു തരുക. ഓക്കെ ഓക്കെ ഓക്കെ, ബില്ലിന്റെ പേടി ഇല്ലാതാക്കാൻ കൗണ്ടർ ഒന്നിലെ വത്സല മാഡത്തിന്റെ സേവനത്തിനായി കാത്തു നിൽക്കൂ. ഈ വത്സല മാഡമാണോ? ഹായ്, ജാക്ക് ഫ്രൂട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്ല, വത്സല മാഡം നിങ്ങളല്ലേ? ട്രായുടെ പുതിയ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ദിവസേന 200 SMS-കൾ അയക്കാവുന്നതാണ്. അക്കൗണ്ട് ഇൻഫർമേഷൻസിനായി 1 അമർത്തുക. പുതിയ സ്കീമുകളെ പറ്റി അറിയാനായി 2 അമർത്തുക. എവിടെ? റോമിങ്ങിനും മൂല്യവർദ്ധിത സേവനങ്ങൾക്കുമായി 3 അമർത്തുക. കോൾ ട്യൂൺ ഫെസിലിറ്റിക്കായി 4 അമർത്തുക. ഇത് എവിടെ അമർത്താൻ അവര് പറയുന്നത്? ടെലിഫോൺ ഓപ്പറേറ്റർ സർവീസിനായി 5 അമർത്തുക. അതെ, ഈ കള്ളനെ പിടിക്കാൻ എത്ര അമർത്തുണ്ട്? സോറി, ഈ സർവീസ് ഇവിടെ ലഭ്യമല്ല. ആവശ്യമുള്ള ഒന്നും നിങ്ങളുടെ ലഭ്യമല്ല. അതെ, മനുഷ്യന്മാരോട് സംസാരിക്കണ മാതിരി മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കും നിങ്ങള്. അല്ലെങ്കിൽ തന്നെ ആ ചില്ലറ ഇടുന്ന ഫോണിൽ കായ് മുഴുവൻ കൊണ്ടുപോയിട്ടിട്ട് ഈ ജാതി വർത്താനം കേട്ടി തലക്ക് പ്രാന്ത് എടുത്തിട്ടാ ഞാൻ ഇവിടെ വന്നേക്കണത്. നിങ്ങൾ ഞങ്ങളുടെ സേവനം ആവശ്യപ്പെട്ടതിന് നന്ദി. അതെ, നിങ്ങൾ ഞാൻ പറഞ്ഞോന്ന് കേൾക്കുവോ? നിങ്ങൾ ആരാ? ഞാൻ മമ്മാലി. എന്താലി? കുന്താലി. മമ്മാലിന്ന്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഞാൻ ഇത്തിരി പ്രശ്നത്തിലാണ്. നിങ്ങളുടെ പ്രശ്നത്തിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത്തിരി മുമ്പ് എന്തൊരു മര്യാദ ഉള്ള വർത്താനായിരുന്നു, ഇപ്പൊ എന്താ അങ്ങനെ? അതങ്ങനെ തന്നെയാ. ഫോണിൽ ഒരു ഭാഷ, നേരിട്ട് വേറെ ഭാഷ. ടെലിഫോൺ എറ്റിക്കറ്റ്സ് എന്ന് പറയും. എന്ത് കേസായാലും വേണ്ടില്ല, നിങ്ങൾ മര്യാദക്ക് ഇത്തിരി നല്ല രീതിയിൽ മുഹബത്തിലൊന്ന് പറയും. ഭാഷ തന്നെ മതി. മൂല്യവർദ്ധിത സേവനങ്ങൾക്കായി 1 അമർത്തുക. അതെ, പരാതി പറയാൻ എന്താ അമർത്തണ്ട്? കസ്റ്റമർ കെയർ സർവീസിനായി അടുത്ത കൗണ്ടറിലേക്ക് ചെല്ലുക. സാറേ, എൻ്റെ പേര് മമ്മാലി. ഒരുപാട് മണ്ടി പാഞ്ഞ് ഇടങ്ങറായിട്ട് വരിക. നിങ്ങളുടെ അടുത്ത് 1ഉം 2ഉം അമർത്താതെ സംസാരിക്കാലോ അല്ലേ? ഇന്റർനെറ്റ് ബ്ലാക്ക്ബെറി ഹാൻഡ്സെറ്റ് ഓഫറുകൾക്കായി 1 അമർത്തുക. ഇവിടെയും തന്നെ യൂസർ ഫ്രീ പാക്കിലൂടെ പണം ലഭിക്കുവാനായി 2 അമർത്തുക. കള്ളനെ പറ്റി അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആരെയാണ് കള്ളനെന്ന് ഉദ്ദേശിച്ചത്? നിങ്ങളല്ല, മൊബൈൽ കള്ളൻ. പരാതി രേഖപ്പെടുത്തുവാൻ 3 അമർത്തുക. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, ആകെ തലക്ക് തീ പിടിച്ചിട്ടാ ഞാൻ നടക്കുന്നത്. ഫയർഫോഴ്സിനെ വിളിക്കാൻ 101 അമർത്തുക. മൊബൈല് മോഷ്ടിച്ചു. എന്തിനു മോഷ്ടിച്ചു? അറിയില്ല. അറിയില്ലേ? വെറുതെ തമാശക്ക് മോഷ്ടിക്ക. മോഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? മൊബൈല് മോഷ്ടിച്ച എന്താ ചെയ്യാ? അത് ഞങ്ങളോടാ ചോദിക്കണേ. അല്ലാതെ പിന്നെ എനിക്കറിയോ? മോഷ്ടിച്ച സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആര് കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? നിങ്ങള് അല്ലാതാരാ? മോഷ്ടിച്ച സെറ്റ് ഞാൻ എങ്ങനെ കൊണ്ടുവരാ? നിങ്ങളെല്ലാം മോഷ്ടിച്ചു, അപ്പൊ നിങ്ങൾക്ക് പോക്കറ്റിലിട്ട് കൊണ്ടുവരാലോ. അത് ശരി, ഇത് പാട് പട്ടിയായ. ഇന്റെ മൊബൈല് വേറൊരാള് മോഷ്ടിച്ചോന്ന്. അപ്പൊ നിങ്ങളാണ്, അയാൾ പട്ടി. ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, ഇത് ജാക്ക് ഫ്രൂട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഞങ്ങളുടെ സേവനങ്ങൾ ഉപയോഗിച്ചതിന് നന്ദി. പഴയ മെനുവിലേക്ക് തിരിച്ചു പോകാൻ ആദ്യം എഴുന്നേൽക്കുക, പിന്നീട് 5 അമർത്തുക. ഈ മാറാന്റെ കൊള്ള ചങ്ക് പിടിച്ച് പോക്കും ഞാന്. ആരോടാ പരാതി പറയണ്ടെന്ന് മര്യാദക്ക് പറഞ്ഞാടോ? MD പോയി കണ്ടോളൂ. ഞങ്ങളുടെ സേവനങ്ങൾ ഉപയോഗിച്ചതിന് നന്ദി. ഇവിടെ ഇരുന്നാലേ പ്രാന്തുള്ളവന് നട്ടപ്രാന്ത് വരും. എങ്ങോട്ട് പോകുന്നു? പുള്ളിക്കാരനെ കാണാൻ. പുള്ളിക്കാരനല്ല, MD. അതെ, മനസ്സിലായി. പോക്കോട്ടെ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന MD ഇപ്പോ തിരക്കിലാണ്. നമ്മളും ഭയങ്കര തിരക്കില്ല, അതുകൊണ്ട് മൂപ്പരും നമ്മളും തമ്മിൽ സൂട്ടാവും. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന MD ഇപ്പോൾ മറ്റൊരു കോളിലാണ്. അല്പസമയം കഴിഞ്ഞ് ശ്രമിക്കുക. ഞാൻ ഇവിടുന്ന് ഇറങ്ങണേന് മുമ്പ് മിക്കവാറും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങും. എന്നാ പൊക്കോളൂ. നമസ്കാരം. നമസ്കാരം. എന്താ, പുതിയ കണക്ഷൻ എടുക്കാനാണോ? കണക്ഷൻ എടുക്കാനല്ല. പുതിയ ഹാൻഡ്സെറ്റ്? അല്ലല്ല. ബില്ലടയ്ക്കാനാവും? അല്ല. ഇന്റർനെറ്റ് കണക്ഷൻ? അതൊന്നല്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു ബില്ല് പോലും അടച്ചിട്ടില്ലേ? ഇല്ല, പക്ഷേ നമ്മളിപ്പോ ഒരു പ്രശ്നത്തിലാണ്. ഇതുവരെ ബില്ലടച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താണ് പ്രശ്നം? മൊബൈല് മോഷ്ടിച്ചു. എന്തിനാ? അറിയില്ല. എപ്പോ? 1 മണിക്കൂർ മുമ്പ്. 2 മണിക്കൂർ മുമ്പാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത്. സൈനബ നിർബന്ധിച്ചിട്ടാ അത് എടുത്തത്. വണ്ടർഫുൾ. ഈ സൈനബ പറഞ്ഞാൽ നിങ്ങൾ എന്തും ചെയ്യൂ. സൈനബയുടെ നമ്പർ?
ആ വഴിക്ക് അധികം പോവണ്ട. സൈനബ് എന്റെ മോളാണ്. ഓ അത് ശരി. ഞങ്ങളുടെ സേവനം ഉപയോഗിക്കുന്നതിന് നന്ദി. മൂല്യവർദ്ധിത സേവനങ്ങൾക്ക് നിർത്ത്. നമുക്ക് ഈ പെട്ടെന്ന് കാശ് കൊടുത്ത് മേടിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താ? കല്യാണം. അതല്ല, പിന്നെ ഈ മറ്റേ ഫോണിന്റെ ഒരു ഇതില്ലേ, എന്താ പ്രീപെയ്ഡ്. അതല്ലേ, പോസ്റ്റ് പെയ്ഡ്. അതന്നെ മുതല്. 2 മണിക്കൂർ മുമ്പ് ഞാൻ ഫോൺ മേടിച്ചത്, ഇപ്പൊ അതാ 1 മണിക്കൂറിനുള്ളിൽ ഫോൺ നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ഓട്ടോല മറന്നു വെച്ചതേ. ഫോനാണെങ്കിൽ കുതിര വിട്ടമാരി വീഴുകയും ചെയ്തു. ഇനിയിപ്പോ ഈ ബില്ല് അടക്കണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്തപ്പോ ചെയ്യണ്ടത്? അപ്പോ ബില്ലാണ് പ്രശ്നം. അതെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, വത്സല മേഡത്തിന് പോയി കാണും. വത്സല മേഡത്തിനെ അല്ലേ? അതെ അതെ. ജാക്ക് ഫ്രൂട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതെ, ഫോൺ പോയി. എവിടെ പോയി? ഫോണിന്റെ വാപ്പാടെ നിക്കാഹിന് ഓട്ടോറിക്ഷയിൽ കളഞ്ഞു പോയിന്ന്. അതിപ്പോ നിങ്ങൾ സൂക്ഷിക്കാത്തതിന് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? നിങ്ങക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാറിയോ? എന്താ പേര്? പേര് മമ്മാലി. ഇടക്കിടക്ക് പേര് ചോദിച്ചാ പേര് മാറുമോ? അല്ല, നിങ്ങളുടെ ഫോണിന്റെ കമ്പനി ഏതാ? നിങ്ങളുടെ കമ്പനി തന്നെ ചക്ക ഫോൺ. അതെനിക്കറിയാം. നിങ്ങളുടെ ഹാൻഡ്സെറ്റിന്റെ കമ്പനി ഏതാന്നാ ചോദിച്ചേ? മൊബൈലേ ലോക്കലാ അല്ലേ? അല്ലല്ല, ചൈനയുടെ. അതാ ഞാൻ ചോദിച്ചേ, ലോക്കലാലേന്ന്. 1000 രൂപയൊക്കെ ഉണ്ടാവോ? 1100 റുപ്യ തികച്ചും വരും. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കാണ്ടേ കാര്യത്തിലേക്ക് വാ. എന്ത് കാര്യം? നമ്മുടെ ഈ പോയ ഫോണിന്റെ ബില്ല് വരാണ്ടിരിക്കപ്പോ എത്രയാൻ വർത്തുണ്ട്? അതിപ്പോ എന്താമർത്തിയാലും ബില്ല് വരും. അപ്പൊ ഈ ഫോൺ കിട്ടിയ ആള് ഓന്റെ പുറയിലേക്ക് വിളിക്ക, ഏതെങ്കിലും പെൺകുട്ടികളെ വിളിക്ക ചെയ്തൊക്കെ കായ് കുറെ വരില്ലേ? വരൂലോ. അപ്പൊ അതിന്റെ ബില്ല് ആരടക്കുക? നിങ്ങൾ അടയ്ക്കുക, അല്ലാതെ പിന്നെ ഞാൻ അടയ്ക്കുന്നു വിചാരിച്ചു. ഓ സൈനബാ, നിങ്ങൾ പാട്ടും പാടുവോ? പാട്ട് പാതിയല്ല, ആ സൈനബ കാട്ടിക്കൂട്ടി ഓരോ പണിയപ്പത്. കസ്റ്റമറുടെ പേര് സൈനബാന്നല്ലേ? അല്ല, എന്റെ മോളുടെ പേരാ സൈനബാന്ന്. വലിയ പത്രാസുകാരിയാ. ഒന്നിങ്ങനെ തോണ്ടിയാ മാറുന്ന ഫോണാ ഓളുടെ കയ്യിലേ. അല്ല, അപ്പൊ ഈ പോയ ഫോൺ നിങ്ങളുടെ പേരിലാണോ? അതെ, ആ ഫോണിന്റെ പേരിൽ തന്നെ. വാപ്പ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒന്ന് വിളിക്ക, എന്താപ്പ ചെയ്യാ? ഇക്കൊരു സവർമ്മ വേണമെങ്കിൽ ഒന്ന് മേടിക്കാൻ വാപ്പാനൊന്ന് വിളിക്ക, എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വേടിക്ക് വാപ്പാന്ന് പറഞ്ഞ ഇടങ്ങറായിട്ട് മേടിച്ച ഫോണപ്പ ഈ പോയതേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാന്? കസ്റ്റമർ കെയർ സർവീസുമായി ബന്ധപ്പെടാൻ അടുത്ത കൗണ്ടറിലേക്ക് ചെല്ലുക. ഞങ്ങളുടെ സേവനം ഉപയോഗിച്ചതിന് നന്ദി. പേര് പറയൂ. ആരുടെ? എന്റെ. സാറിന്റെ പേര് എനിക്കറിയില്ലല്ലോ. തന്റെ പേര് പറയാൻ. ഔ, കടിച്ചു കീറാൻ വരണ്ട. മമ്മാലി. എന്ത് മമ്മാലി? സാധാരണ മമ്മാലി. എടോ ഇനീഷ്യലാ ചോദിച്ചത്. അങ്ങനെയൊന്നുമില്ല. അതായത് മമ്മാലി അബ്ദുൽ ഖാദർ, കോഴിക്കോട്. കിട്ടിയല്ലോ. അൽഹംദുലില്ലാ, മൊബൈല് കിട്ടിയ? മൊബൈലല്ല, മമ്മാലി അബ്ദുൽ ഖാദർ, കോഴിക്കോട്. 2228 എണ്ണം ഉണ്ട്. എത്ര? 2228 മമ്മാലിമാരുണ്ട് ഈ കോഴിക്കോട്. ഇതിലേതാ താൻ? ആ ഒടുക്കലത്തെ മമ്മാലി ഞാനാണോന്നൊന്ന് നോക്കിയേ സാറേ. ഒടുക്കത്തെ മമ്മാലി. ആ, കൂടുതൽ സേവനങ്ങൾക്കായി കൗണ്ടർ 2 ഉപയോഗിക്കുക. ഈ സേവനം ഉപയോഗിച്ചതിന് വളരെ നന്ദി. ഇവിടെ ഉണ്ട് അല്ലേ നന്ദി. ഏതൊക്കെ നമ്പർ നിങ്ങൾക്ക് അറിയാം? നമുക്ക് നമ്മുടെ വീട്ടു നമ്പർ അറിയാം, 136/9. പിന്നെ മറ്റേ ലൈൻ ഫോണിന്റെ നമ്പർ അറിയാം, 564816. പിന്നെ മെമ്പർ കാളിക്കുട്ടി. പിന്നെ മറ്റേ സൈനബാടെ SLC നമ്പർ അറിയാം. എന്നിട്ട് സൈനബ് SLCക്ക് ജയിച്ചോ? എവിടുന്ന് പാസ്സാവണേ? ഏത് നേരവും കണ്ണാടിന് മുമ്പിലിരുന്ന് മേക്കപ്പ് ചെയ്യണ ആള് പിന്നെ പാസ്സാവോ? എടോ, 2228 കോഴിക്കോട്ടെ മാവേലി അല്ല, മമ്മാലി. അന്ന് മമ്മാലി എങ്കിൽ മമ്മാലി തന്റെ കളഞ്ഞു പോയ മൊബൈലിന്റെ നമ്പറാണ് ചോദിച്ചത്, അല്ലാതെ വീട് നമ്പറോ വാർഡ് നമ്പറോ അല്ല. അസലായി. എനിക്കിപ്പോ അത് ഓർമ്മ വേണ്ട സാറേ. ഫോൺ കിട്ടിയിട്ട് 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഫോൺ പോയി. നമ്പർ വല്ല ഓർമ്മയുണ്ടോ മൊബൈലിന്റെ? ഫോൺ നമ്പർ 944 മറ്റേ. പിന്നെ പറയൂ 10 നമ്പർ ഉണ്ടായില്ല. 10 നമ്പർ എല്ലാ ഫോണിനും ഉണ്ട്. ഒരു കാര്യം ചെയ്യും, മൊബൈലിന്റെ ബുക്കും പേപ്പറും ഒക്കെ ഇവിടെ. ബുക്കും പേപ്പറും സാധനങ്ങളൊക്കെ കൂടി ഒരു കവറിൽ ഇട്ടത് ഒരുമിച്ചല്ലേ പോയത്. ഇത് മോഷ്ടിക്കപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്ത് വർത്താനാ ഈ പറയണത്? പോയതൊക്കെ ഓർമ്മ വെച്ചിട്ട് ഒരാൾ മറന്നു വെക്കുവോ? നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. എങ്ങനെയെങ്കിലും നമ്പർ നോർത്തെടുക്കാൻ പറ്റുമോ?
എന്തപ്പ അത് മറ്റേ നമ്പർ 944 10 നമ്പറുണ്ട്. ഓ എന്റെ മമ്മാലി ഇതാ നോക്കെ, ഇതിപ്പോ 2228 മമ്മാലിമാര് ഇതിനകത്തുണ്ട്. ഇതിൽ ഏതാണ് ഈ മമ്മാലിനെ എങ്ങനെ അറിയും? ആ ഒരു പണി ചെയ്താലാ, എന്താ എല്ലാ നമ്പറിലേക്കും അങ്ങോട്ട് വിളിക്കുക. അപ്പൊ അതിലത്തെ ഒരു നമ്പർ മാത്രം എടുക്കില്ല. എന്താ? അയാളുടെ കയ്യിൽ ഫോണില്ല. കാരണം അയാളുടെ കയ്യിൽ ഫോൺ പോയില്ലേ? ആ ഫോൺ പോയത് ഞാനാണ്. അപ്പൊ ആ നമ്പറിൽ എടുക്കാതെ വരുമ്പോ നമ്മക്കറിയാം അത് നമ്മുടെ ഫോണാണ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? ഈ സേവനം ഇവിടെ ലഭ്യമല്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കുവാനായി ഞാൻ 5 അമർത്തും. മിസ്റ്റർ മമ്മാലിയുടെ കളഞ്ഞുപോയ ഫോൺ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? സാർ, മിനിങ്ങാന്ന് പറയുന്നത് എന്റെ ഭാര്യയുടെ കയ്യിലായിരുന്നു. ഇന്നലെ മുതൽ അത് മിസ്റ്റർ സ്വയംവരന്റെ കയ്യിലാണ്. വെരി ഗുഡ്. ഒരു 5 ദിവസം എനിക്ക് തരണേ, കുറച്ച് ISD കോൾസ് വിളിക്കാനുണ്ട്. എല്ലാവരും മമ്മാലിയുടെ ഫോൺ അങ്ങ് ഉപയോഗിക്കുകയാണ്. എന്റെ ഭാര്യയാണെങ്കിൽ ആ ഫോൺ കിട്ടിയ പിന്നെ അതിൽ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവൾ ഈ മാസം ഒരു 3000 രൂപയുടെ ബില്ലെങ്കിലും ഉണ്ടാക്കും. എല്ലാവരുടെയും വിളി കഴിഞ്ഞാൽ ആ ഫോൺ ഒന്ന് എനിക്ക് തരണം. ബൈ ദ ബൈ, എന്നാണ് മമ്മാലിയോട് വരാൻ പറഞ്ഞത്? ആഫ്റ്റർ 20 days, സർ. മമ്മാലിയുടെ കളഞ്ഞുപോയ ആ ഫോണ് ഓട്ടോ ഡ്രൈവർക്ക് ഇവിടെ തന്നെ ഏൽപ്പിക്കാൻ തോന്നിയത് വലിയ ഭാഗ്യമായി. ആരുടെ ഭാഗ്യം? നമ്മുടെ ഭാഗ്യം. കാരണം മമ്മാലിയുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് വിളിക്കുകയും ചെയ്യാം, ബില്ല് മൊത്തം മമ്മാലിയുടെ പേരിലാവുകയും ചെയ്യും. അപ്പോൾ മമ്മാലിയുടെ കാര്യം ഓക്കെ. മറ്റുള്ള കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്? നമ്മൾ 250 രൂപയുടെ ഓഫർ കൊടുക്കുന്നുണ്ട് സാർ. ഓഫറോ? 3000 രൂപ ബില്ല് വരുന്നവർക്ക് 250 രൂപയുടെ കൂട്ടി വെച്ച് 3250 ബില്ല് അങ്ങോട്ട് കൊടുക്കും. 5000-ന് മുകളിൽ 500 രൂപ ഇനാം ചോദ്യത്തിൽ കൊടുക്കപ്പെടും. പിന്നെ 10000-ന് മുകളിലാണെങ്കിൽ 12000, 13000 ഒക്കെ ബില്ലിടാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ആരെങ്കിലും പരാതിയുമായിട്ട് വന്നാൽ ടെക്നിക്കൽ എറർ. താങ്കൾക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ജാക്ക് ഫ്രൂട്ട് അതിയായി കേൾക്കുന്നു. അടുത്ത ബില്ലിൽ താങ്കളുടെ അധിക തുക ഈടാക്കി താങ്കളെ സന്തോഷിപ്പിക്കുന്നതാണ്. പൊതുവെ ആരും പരാതിയായിട്ടൊന്നും വരാറില്ല. അയാൾ വന്നില്ലേലും അയാൾക്കുള്ള ബില്ല് വന്നിരിക്കും. ഹലോ രാജീവേ, അമേരിക്കയിൽ ഇപ്പൊ എത്ര മണിയാണ്? അയ്യോ, രാത്രിയാണോ? ഇതെന്റെ ഫോണല്ല, കളഞ്ഞു കിട്ടിയ ഒരു ഫോണിൽ നിന്ന് ഓസിക്ക് വിളിക്കുന്നതാണ്. അതെ 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 അതെ, നമ്മുടെ ശാരദ ടീച്ചർ പറഞ്ഞത് എത്ര ശരിയാണ്. നമുക്കിവിടെ പകലാകുമ്പോൾ അമേരിക്കയിൽ രാത്രിയാകും, അമേരിക്കയിൽ രാത്രിയാകുമ്പോൾ നമുക്കിവിടെ പകലാകുമെന്ന്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ ലണ്ടനിലുള്ള രൂപേഷിനൊന്ന് വിളിക്കട്ടെ. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. ഓക്കെ? ഹലോ മിനി, സ്വയംവരനാണ്, ഓർമ്മയുണ്ടോ? അതെ അതെ, പഴയ കുറുമ്പൻ തന്നെ. ഓസ്ട്രേലിയയിലെ നിന്റെ നമ്പരേ ഞാൻ നമ്മുടെ സ്വിറ്റ്സർലാൻഡിലുള്ള അർഷാദിനെ വിളിച്ചപ്പോഴാണ് കിട്ടിയത്. അവൻ തന്നു. സുഖമാണോ? വെറുതെ വിളിച്ചാടോ, പഴയൊക്കെ പുതുക്കണ്ടേ ബന്ധങ്ങളൊക്കെ. അല്ലല്ല, ഇതെൻ്റെ നമ്പറല്ല, ഇതെൻ്റെ സുഹൃത്തിൻ്റെ നമ്പരാ, മമ്മാലി. അല്ല, സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സേവ് ചെയ്യണ്ട, എൻ്റെ പഴയ നമ്പർ തന്നെ സേവ് ചെയ്താൽ മതി. ഓക്കെ. ഹസ്ബൻഡൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ആ കന്നഡ എന്ന് പറഞ്ഞ ഒരു കവിതയില്ലായിരുന്നോ, അത് ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. വേണമെങ്കിൽ ഇപ്പം എഴുതിയെടുത്തോ. കന്നഡകൾ വേണോ, 3-4 കന്നഡകൾ വേണം. ചേഞ്ച് ചെയ്തിട്ട് ഡാഡി മമ്മി വേണ്ട എന്നാണല്ലേ? ഓക്കെ സാർ, അത് മാറ്റിത്തരാം. മന്ത്ലി ചാർജ് 30 + 30 60 രൂപയാണ് സാർ. 6000 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉണ്ട്. ഓക്കെ സാർ. പുതിയൊരു റീമിക്സ് പാട്ട് വന്നിട്ടുണ്ട്, അതിനാണ് സാർ. ഓക്കെ സാർ, ഞങ്ങളുടെ ഈ സേവനം ലഭ്യമാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് സാർ. അപ്പോൾ ഇന്നു മുതൽ സാറിൻ്റെ ഡയലർ ടോണ് സൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരും സാറേ. സാറേ മനസ്സിലായ മമ്മാലി? ഞാൻ മമ്മാലിയല്ല. അല്ല, ഞാൻ മമ്മാലിയാണ്. എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഫോൺ മോഷണം പോയി എന്ന് പറഞ്ഞിട്ടേ. എപ്പോ? അല്ല, 15 ദിവസം മുമ്പേ 2228 വീട്ടു നമ്പറിൽ മമ്മാലി ഒരു കോഴിക്കോട്ട് നിന്ന് വന്നു എന്ന് പറഞ്ഞ്.
എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ ഫോൺ എവിടെ? ഫോൺ പോയല്ലോ, അത് കള്ളന്റെ കയ്യിലല്ലേ. ആ, അപ്പം നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ അല്ല, ഇത് കസ്റ്റമർ കെയർ ആണ്. കസ്റ്റമർ അല്ലാത്ത ഒരാളെ ഞങ്ങൾ എന്തിനു കെയർ ചെയ്യണം, ഞങ്ങൾ എന്തിനു ഓർക്കണം? അപ്പം കള്ളൻ്റെ കയ്യിലാണ് ഫോൺ അല്ലേ? അപ്പം കള്ളനാണ് കസ്റ്റമർ. ഒരു കാര്യം ചെയ്യൂ, കള്ളനോട് വരാൻ പറയൂ. ആ, ഓ രക്ഷപ്പെട്ടു. കള്ളൻ എന്നേ രക്ഷപ്പെട്ടില്ലേ? അല്ല, കള്ളനല്ല നമ്മളെ. അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്താ പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്? അല്ല, ഇനിയിപ്പോ കള്ളനല്ലേ നിങ്ങളുടെ കസ്റ്റമർ, അപ്പൊ മൂപ്പര് ബില്ല് അടച്ചോളും, മൂപ്പര് കാശ് അടച്ചോളൂല്ലോ. അല്ല, ബില്ല് നിങ്ങൾ അടയ്ക്കും. കാരണം നിങ്ങളുടെ പേരിലല്ലേ കണക്ഷൻ. ഞങ്ങൾ സേവനം കള്ളന് കൊടുക്കും, ബില്ല് നിങ്ങൾ അടയ്ക്കും. ഇത്രയും നേരം നിങ്ങൾ ഈ സേവനം അനുഭവിച്ചതിന് നന്ദി. കിട്ടിപ്പോയി. കളഞ്ഞു പോയ എന്റെ ഫോണിന്റെ നമ്പർ കിട്ടി. ഞാൻ ഈ സാധനം ഒരു കടലാസിൽ എഴുതി പോക്കറ്റിലിട്ടുണ്ടായിരുന്നു. തെരഞ്ഞ് അവസാനം കിട്ടി. മിസ്റ്റർ മമ്മാലി 94 36 84 36 ഒരു 22 കൂടി. പടച്ചോനെ, ഇത് എങ്ങനെ നിങ്ങൾക്ക് പിടുത്ത കിട്ടി? ഞാനല്ലേ നിങ്ങളുടെ ബില്ലടിച്ചത്, എനിക്കറിയാതിരിക്കോ നിങ്ങളുടെ നമ്പർ? മിസ്റ്റർ മമ്മാരി, നിങ്ങളുടെ ഫോണും കിട്ടിയിട്ടുണ്ട്. ഈ ജാക്ക് ഫ്രൂട്ട് കമ്മ്യൂണിക്കേഷൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യവാനായ കസ്റ്റമറാണ് നിങ്ങൾ. എ ഗ്രേറ്റ് ഫ്രൂട്ട്. പടച്ചോനെ, എന്തായാലും സൈനബാക്ക് പെരുത്ത് സന്തോഷാവും. ഇനി ഓൾക്ക് എപ്പോ വേണമെങ്കിലും വിളിച്ചിട്ട് വാപ്പാക്ക് സവർമ്മ മേടിക്ക്, ജ്യൂസ് മേടിക്ക, അത് മേടിക്ക്, ഇത് മേടിക്കുന്നൊക്കെ പറയാലോ. അല്ല, ഇതിന്റെ നമ്പർ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് പിടുത്തം കിട്ടി? 2228 മമ്മാലിയാർ കോഴിക്കോടുണ്ട്. അതിൽ മമ്മാലി സൺ ഓഫ് അബ്ദുൾ ഖാദർ മേപ്പാടി വീട് ചൊവ്വായൂർ, അത് നിങ്ങൾ ഒരാളല്ലേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് അവസാനല്ലേ മനസ്സിലായത്. ശരി, അപ്പൊ വാപ്പാടെ പേര് മറന്നാണ് പ്രശ്നമായത്. നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു VIP കസ്റ്റമറാണ്. അതങ്ങനെ 10-12 പ്രാവശ്യം ഞാൻ ഇവിടെ കയറി ഇറങ്ങിയോണ്ടാ. നിങ്ങൾക്ക് ഈ മാസത്തെ ബില്ല് വന്നിരിക്കുന്നത് 60,000 രൂപയാണ്. എങ്ങനെയാണ്? അതായത് മൈമാലി, നിങ്ങളുടെ ഈ മാസത്തെ ബില്ല് 60,000 രൂപയാണ്. 60,000 rupees only. അതിനെങ്ങനെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ ബില്ല് വരുന്നത്? കള്ളൻ വിളിച്ചിട്ടുണ്ടാവും. കണ്ണനോ? കണ്ണനല്ല, കള്ളൻ. അതിന് കണക്ഷൻ മിസ്റ്റർ മമ്മാലിയുടെ പേരിലാണല്ലോ. ഇങ്ങക്ക് അറിയണതല്ലേ, മേടിച്ചിട്ട് 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഫോൺ പോയതാ. ഇപ്പൊ ദിവസം 22 മിസ്റ്റർ മൈമാലി. മൈമാലി അല്ല, മമ്മാലി. മമ്മാലി, കണക്ഷൻ താങ്കളുടെ പേരിലാണ്. ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ബില്ലടയ്ക്കും മൈമാലി. അത് നടക്കൂല. അത് നടക്കില്ല പറഞ്ഞ അടക്കില്ല തന്നെ. അപ്പോൾ നിങ്ങൾ ഫോൺ പോയാന്ന് നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യണമായിരുന്നു. അതിന് നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. അതിന് എനിക്ക് നമ്പർ അറിയായിരുന്നു. തന്നെയല്ല, ഫോൺ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് 7 അമർത്തു എന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും മിസ്റ്റർ മൈമാലി, കേവലം 60,000 രൂപ അടച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു സിം ഫ്രീ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. 60,000 ഉറുപ്പ്യ സാർ അടക്ക്, എന്നിട്ട് ആ സിം സാറിന്റെ കുടുംബത്തേക്ക് കൊണ്ടുപോയി. അത് വേണ്ട. ഞാൻ തൽക്കാലം ഫോണും കൊണ്ടുപോകണില്ല, ബില്ലും അടക്കണില്ല. നിങ്ങൾ എന്താക്കും? അപ്പോൾ നമുക്ക് കമ്പൽസറി പേയിങ് സിസ്റ്റം അപ്ലൈ ചെയ്യാം. ആയിക്കോട്ടെ. എന്ത് ഹലാക്കാണെങ്കിലും ശരി, നമ്മൾ ഈ ഫോണും കൊണ്ടുപോകണില്ല, ബില്ലും അടക്കണില്ല. ഇതിനാണ് വേലിയുമ കിടക്കണ പാമ്പിനെടുത്ത് തലയിൽ വെക്കുക എന്ന് പറയാ. നമ്മളോടാ കളി. അപ്പോൾ ജാക്ക് ഫ്രൂട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ആദ്യ CP സർവീസ് ലഭിക്കുന്ന ആളാണ് താങ്കൾ. കമ്പൽസറി പേയിങ് സിസ്റ്റം. ആരാണ് സാർ ചക്കയുടെ ബില്ലടക്കാത്തത്? ചക്കയുടെ ബില്ലടക്കാത്തത് മിസ്റ്റർ മമ്മാലി. മമ്മാലി. 60,000 രൂപ ബാക്കിയുണ്ട്. തനിക്ക് ചങ്കുറ്റുണ്ടെങ്കിൽ വാങ്ങിച്ചോ, 10% കമ്മീഷൻ. സ്വന്തം അശ്രദ്ധ കൊണ്ട് ഫോൺ കളഞ്ഞിട്ട് കമ്പനിയുടെ മേളിൽ കുറ്റം അല്ലേ? പറയണോ ബില്ലപ്പടയ്ക്കും? എത്ര നിങ്ങളുടെ ബില്ല്? 60,000 രൂപ. എന്നാ ചങ്ങള് പറയണ സ്ഥലത്ത് കൊണ്ടുവന്ന് നടക്കാം. സാർ അടച്ചോളാന്ന് പറഞ്ഞു. ഡിഗ്രോസ്, പൊക്കോളൂ. താങ്ക് യു. ഇനി ഞങ്ങൾ താങ്കൾക്കായി എന്ത് സേവനമാണ് ചെയ്യേണ്ടത്? ഇതാണ് നിങ്ങളുടെ CP സർവീസിങ്. ഇനി അധികം സേവനമൊന്നും വേണ്ട. ഈ ഫോൺ കട്ട് ചെയ്യാൻ എത്ര അമർത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ സേവനം അങ്ങോട്ട് നിർത്തിക്കോളെ. നന്ദി. മായം ഇക്കാണ കളിയെല്ലാം പൊക്കാരും മറിമായം, നേരിട്ടും പോരിട്ടും പേരിട്ടും മറിമായം.